നിരന്തരം എന്ന് പറഞ്ഞാൽ ഈ വസ്തു സംബന്ധമായ ശല്യത്തിൽ അങ്ങ് സഹിക്കാൻ പറ്റാതെ കിടക്കുകയാണ്. ഇന്നത് വരെ അവർ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. നമസ്കാരം. സത്യഭാമ എന്നൊരു അമ്മ ഈയിടയ്ക്കൊരു പത്രസമ്മേളനം നടത്തിയായിരുന്നു. അവർ പറയുന്നത് അവരുടെ വസ്തുവിൻ്റെ അതിർത്തിയെല്ലാം കൈവശപ്പെടുത്തി റോഡ് വെട്ടാനുള്ള ശ്രമമാണ്. അമ്മ 70 വയസ്സായി, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയെ കൂടിയാണ്. അമ്മയ്ക്ക് വേറെ ആരുമില്ല, സഹായത്തിന് ആരുമില്ല. ഇപ്പം അമ്മ പത്രസമ്മേളനം നടത്തി അമ്മയുടെ വസ്തു ആർക്കോ ചേർന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു, അമ്മയെ മർദ്ദിക്കാനായിട്ട് 800 പ്രാവശ്യം വന്നു എന്നൊക്കെയാണ് പറയുന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലേ? 30-ാം തീയതി പരാതി കൊടുത്തു. 1-ാം തീയതി അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ ഇതേപോലെ വേലയ്ക്ക് വരെയായിരുന്നു. ഒരു വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെല്ലാൻ പറ്റുമോ? ഞാൻ അങ്ങനെ എൻ്റെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു സംസാരിച്ചപ്പോൾ വക്കീലൊരു പേപ്പർ എഴുതി തന്നിട്ട് പറഞ്ഞ് 4-ാം തീയതി അങ്ങ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇന്നത് വരെ അവർ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ആ, സത്യത്തിൽ എൻ്റെ പൊന്നുമോനാണ്. നിന്നെ ഞാൻ ഒരാണെന്ന് പറഞ്ഞാൽ അവൻ വിലയുള്ളവനാണ്. അവനെ കവച്ചു വയ്ക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല. ഓ, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കണം. അപ്പം നിരന്തരം എന്ന് പറഞ്ഞാൽ ഈ വസ്തു സംബന്ധമായ ശല്യത്തിൽ അങ്ങ് സഹിക്കാൻ പറ്റാതെ കിടക്കുകയാണ്. വഴി വെട്ടിയതെന്ന് പറഞ്ഞത് ഇടിച്ച് അവരിറക്കിയപ്പോൾ കോടതിയിൽ പോയി ലാറ്റിങ്ങ സ്റ്റേഷനിൽ ചെന്നു. അത് 2018-ലായിരുന്നു. അന്ന് ഒരു റീസർവേ അളക്കാൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് റീസർവേ കല്ലളന്നിട്ടു. അന്നും ഈ പയ്യൻ, ഈ ഉണ്ണിയെന്ന് പറയണ ആ പയ്യൻ ഈ കല്ലിടാൻ ഒരുങ്ങിയപ്പോൾ സമ്മതിക്കില്ല. ഇവൻ്റെ വഴിയുടെ 3 ലിങ്സ് വഴിയുടെ സെൻറ്ററിൽ വരും എൻ്റെ കസാല. സമ്മതിക്കാതെ വന്നപ്പോൾ ആറ്റെങ്കിൽ നിന്ന് അന്ന് ഇരുന്ന അനിൽകുമാർ എന്ന് പറയുന്ന CI ആയിരുന്നു. പുള്ളി അവിടെ പട്ടള ഒരു വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൈതട്ടി വിളിച്ച് സാറ് വന്ന് നിന്നപ്പോഴത്തേക്ക് ഇവൻ അളക്കാൻ സമ്മതിക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ശകലം എത്തിപ്പോലും വഴി അവർക്ക് അങ്ങ് കൊടുക്കി, അല്ലെങ്കിൽ ഇവൻ്റെ ആ വഴിയുടെ സെൻറ്ററിൽ വരും എൻ്റെ കസാല. ഉണ്ടായിരുന്നു, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. വണ്ടി അവർക്ക് വാഹന സൗകര്യം ഉണ്ടാക്കിയത് ഇറക്കിയിട്ടാണ്. 2018 ഇടിച്ചിറക്കിയാണ് അവർ വാഹന സൗകര്യം ഉണ്ടാക്കി, 2 വീലുള്ളത്. ഇപ്പം അവന് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സെറ്റപ്പാക്കി കൊണ്ടുവന്ന് കുറേ പേരുണ്ടായിരുന്നു. നഗരൂർ SIയുടെ മുമ്പ് കൊണ്ടുവന്ന് അവൻ കള്ള ഒപ്പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞപ്പോൾ SI പറഞ്ഞു, ആരോടും വസ്തു വാങ്ങണത്, വഴിക്ക് വാങ്ങണത് അത് പിന്നെ അധിക പൈസ കൊടുത്താണ്. നിങ്ങൾക്ക് ചുമ്മാ ആരും വഴി തരിയില്ല, നിങ്ങളവരൊക്കെ കൊടുക്കുമെന്ന് എന്നോട് SI ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ നിൽക്കുന്ന യവന് ഞാൻ കൊടുക്കുകയില്ല. വിൽക്കാൻ ആദ്യം ഈ വന്നപ്പോൾ ഈ 30-ാം തീയതി അളക്കാൻ വന്നപ്പോൾ സമ്മതിച്ചില്ല. പിന്നെ അവന്മാർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. പിന്നെ 3-ാം തീയതിയാണ് പിന്നെ വന്ന് പെരേട അളന്നപ്പോൾ എൻ്റെ അവർ പറഞ്ഞ 3 സെൻറ്റ് ഇല്ല. ആദ്യമായിട്ട് ബേസിക്സ് ആയിട്ട് ഇടപെടാനുള്ള പോലീസാണ്. നിങ്ങളുടെ വസ്തുവിൽ മറ്റൊരാൾ അതിക്രമിച്ച് കയറ്റണമെങ്കിൽ അത് അന്വേഷിക്കേണ്ട പോലീസാണ്. ആ, പോലീസ് വന്നിട്ടില്ല. പരാതി കൊടുത്തോ? പരാതിയൊക്കെ കൊടുത്തു. ഇല്ല, ഈ 30-ാം തീയതി കൊടുത്തതല്ലേ. പഞ്ചായത്തിൽ പരാതി കൊടുത്തോ? പഞ്ചായത്തിൽ പോയിട്ടില്ല. മെമ്പറൊക്കെ ഉണ്ടോ? എനിക്കൊരു സങ്കടം വന്നിട്ട് ചെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ടില്ല ഒരു കാര്യത്തിനും. എൻ്റെ വീട് കയറി ഇവൻ്റെ അളിയെ അടിച്ച്, എൻ്റെ കൊച്ചിൻ്റെ ഉടുപ്പ് വലിച്ചു കീറി ചെവിക്കല്ലിനടിച്ച് അന്ന് ഇവരാരും ഒരു കാര്യത്തിനും വന്നിട്ടില്ല. ആവശ്യം എന്താണ്? ഇവർ കയ്യേറാൻ പാടില്ലെന്നല്ല, എനിക്ക് സ്വസ്ഥതയായിട്ട് ആ പെരേടം വിറ്റ് പോകണം. അല്ല, അവിടെ കിടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇനി വിൽക്കാൻ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവരൊക്കെ ഇനി എന്താണ് അതിൻ്റെ താല്പര്യമെന്ന് എനിക്കറിയില്ല മോനെ. വരുന്നവരൊക്കെ വന്ന് മുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ഇപ്പം എന്താ പറയണം, വിറ്റിട്ട് പോവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏതായാലും 70 വയസ്സുള്ള ഈ സത്യഭാമ അമ്മയുടെ പരാതി ഞാൻ പ്രേക്ഷക സംശയത്തിലേക്കും അതുപോലെ തന്നെ അധികാരികളുടെ സംശയത്തിലേക്ക് എത്തിക്കുകയാണ്. മതിയായ നടപടികൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ. സ്മേസിനുടെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ, സൈനിങ് ഓഫ്.